ഗുഡ് മോർണിംഗ്. നേരം വെളുക്കുമ്പോൾ തന്നെ കിളികളുടെ ഒച്ച കേട്ടാണ് എഴുന്നേൽക്കുന്നത്. നമ്മുടെ മുറ്റത്ത് തന്നെ ഒത്തിരി കിളികൾ രാവിലെ തന്നെ എത്താറുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കിളികൾ അണ്ണാനും ഒക്കെ വരുന്നതും പറക്കുന്നതും ഒക്കെ കാണുന്നത്. മഞ്ഞക്കിളിയും കുരുവികളും കരിയിലക്കിളിയും ഉപ്പനും അണ്ണാനും അങ്ങനെ ഒത്തിരി ജീവജാലങ്ങൾ ഈ പരിസരത്ത് വന്നു പോകാറുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ഇവരുടെയൊക്കെ ആ ഭക്ഷണം കഴിപ്പ് കാണാനും ഒക്കെ നല്ല രസമാണ്. നമ്മുടെ വീട്ടിലെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമ്മളൊരു കുഴിയുടെ അവിടെയാണ് ഇടുന്നത്. ആ കുഴിയെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ ജീവിതം. അതുകൊണ്ട് എന്നും എപ്പോഴും ഇവിടെ കിളികളൊക്കെ കാണും. പിന്നെ അണ്ണാൻ കുഞ്ഞുണ്ട് കേട്ടോ. അമ്മ അണ്ണാനെ അങ്ങനെ അധികം കാണാറില്ല എങ്കിലും ഈ അണ്ണാൻ കുഞ്ഞ് രണ്ടുപേരും ഈ പരിസരത്ത് തന്നെ എപ്പോഴും ചിൽ വെച്ച് നടക്കുന്നത് കാണാം. കരിയിലക്കിളികളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഒരു കാക്കത്തമ്പുരാട്ടി വരാറുണ്ട്. അത് ഈ കരിയിലക്കിളികളുടെ അടുക്കയിലേക്ക് വരത്തില്ല. അവർ മാറിയെന്ന് കാണുമ്പോൾ മാത്രമാണ് അത് പറന്ന് താഴോട്ട് വന്ന് അതിന് വേണ്ട ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ടാലും ഇവരെല്ലാം വന്ന് കൊത്തിപ്പറിച്ച് അത് മുറ്റത്തെല്ലാം ഇടുന്നൊരു രീതിയും കൂടെ ഉണ്ട്. പിന്നെ ഒരു കിളി നമ്മുടെ വീട്ടിൽ കൂട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ റീഡിംഗ് ബോക്സിനകത്താണ് അത് കൂട് കൂട്ടിയേക്കുന്നത്. അത് എല്ലാ വർഷവും കൂട് കൂട്ടാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ ആ കിളി 4 മുട്ടയും ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. അണ്ണാൻകുഞ്ഞ് ഭയങ്കര കളിയാണ്. ഈ അണ്ണാൻകുഞ്ഞിനെയും കിളികളെയൊക്കെ ആശ്രയിച്ചാണ് കുഞ്ഞുവാവയ്ക്ക് ചോറ് കൊടുക്കുന്നതും മറ്റാഹാരങ്ങൾ കൊടുക്കുന്നതും ഒക്കെ. കാരണം ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുവാവ അറിയാതെ തുറക്കുമ്പോൾ അറിയാതെ വെച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഒരു നേരം ഇവരെ കണ്ടില്ലെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടായി മാറും. പക്ഷെ ചില സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ഭയങ്കര വഴക്കുണ്ടാക്കുന്നതാണോ എന്തോ ഭയങ്കര ബഹളം ഉണ്ടാക്കും. ആ ഒരു സമയത്ത് കുഞ്ഞുവാവ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് അതും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പെട്ടെന്ന് തന്നെ ഉണരും ഇതിൻ്റെയൊക്കെ അനക്കം കേൾക്കുമ്പോൾ. അപ്പം അണ്ണാൻകുഞ്ഞും കരിയിലക്കിളികളും ഒക്കെ ഭയങ്കര സഹകരണത്തിലാണ് ജീവിക്കുന്നത്. അവർ അടുത്തടുത്തിരുന്ന ഒരു വഴക്കും ഇല്ലാതെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കിളികൾ നമുക്ക് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവയെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവർ ഈ പറന്ന് നടക്കുന്ന കാണാനും ഒക്കെ. ഉണ്ണിക്കുട്ടൻ ഇവർക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പോലെ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി പ്രത്യേകം വെച്ച് കൊടുക്കും. ഇത് ഈ ഇരിക്കുന്ന കിളികളിൽ ആരുടെയോ ഒരാളുടെ കൂടാണ് നമ്മളുടെ റീഡിംഗ് ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിലാരാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ അനക്കം കേട്ട് കഴിഞ്ഞാൽ അമ്മക്കിളി കൂട്ടിൽ നിന്ന് എളുപ്പം ഇറങ്ങിപ്പോകും. എന്നാൽ എപ്പോൾ നോക്കിയാലും ഈ ഒരു പരിസരത്ത് തന്നെ തൻ്റെ കൂടിൻ്റെ അടുക്കെ തന്നെ കാണുന്ന ഒരു പ്രകൃതമാണ് അമ്മക്കിളിയുടേത്. 4 മുട്ടയാണ് അമ്മക്കിളിയുടേതുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ ഒരു 10-25 ദിവസമായി. ഉടനെ തന്നെ വിരിയുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം രാവിലെയും വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടാണ് മോൻ സ്കൂളിൽ പോകുന്നത്. പ്ലാവിൽ ഇപ്രാവശ്യം ചക്കയുള്ളത് കൊണ്ട് അണ്ണാൻ്റെ ഫാമിലിയും ഇവിടെ തന്നെയാണ് താമസം എന്നാണ് തോന്നുന്നത്. ഏത് സമയവും പ്ലാവിൻ്റെ മണ്ടയ്ക്ക് അണ്ണാൻ കുഞ്ഞ് നിൽക്കുന്നത് കാണാവേ. ചക്കയൊന്നും പഴുത്തു തുടങ്ങിയിട്ടില്ല. ഉള്ളതെല്ലാം മുകളിലാണ്. 1-2 താഴെ നിൽപ്പുള്ളൂ. അതുകൊണ്ട് ഈ ചക്കയെല്ലാം അണ്ണാനും കിളികൾക്കും വേണ്ടിയുള്ളതായിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കിളിയെ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് കുഞ്ഞുവാവയുടെ തുണിയൊക്കെ നനച്ചിടുമ്പോഴേ അതിൻ്റെ മണ്ടയ്ക്ക് വന്നാണ് ഇവരിരുന്ന് ചിലപ്പം കാഷ്ടം സാധിച്ചിട്ടാണ് പറന്നു പോകുന്നത്. അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെയും കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരും. ഈ കിളിയുടെയാണ് കൂടെന്ന് തോന്നുന്നു. ഈ കിളി ഏത് സമയവും ഈ ഒരു പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇര തേടി ദൂരെ ഒന്നും പോകാറില്ല. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഇവർക്കുള്ള ആഹാരം എന്തെങ്കിലുമൊക്കെ കാണും. പേരക്കയോ പിന്നെ ഈ കുഴിയിലെ വേസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാണുന്നത് കൊണ്ട് എപ്പോഴും ഈ കിളിയും ഇവിടെ തന്നെയാണ്. കരിയിലക്കിളികളൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി കേട്ടോ. അണ്ണാൻകുഞ്ഞ് ഇതുപോലെ വന്ന് വെള്ളം കുടിക്കുകയെ. ഇതാണ് ഈ കിളിക്കൂടും മുട്ടയും. 4 മുട്ടയാണ് ഉള്ളത്. ഇത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതിനെ ഒരുപാട് ഞാൻ ശല്യം ചെയ്യാറില്ല. എങ്ങാനും കിളിക്കിനി ബുദ്ധിമുട്ടുണ്ടാവുകയോ മുട്ടയ്ക്ക് വല്ല കേടുപാടുകൾ ഉണ്ടാവുകയോ വല്ലതും ഉണ്ടായോ ഫോണിൻ്റെയൊക്കെ ലൈറ്റൊക്കെ വരുമ്പോഴേ അതുകൊണ്ട് ഒരുപാട് ശല്യം ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തന്നു മാത്രം.
അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.